നമ്മളുടെ BIM കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞുള്ള സാധനമാണ്. ക്ലാസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലാഷുകൾ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാധനം ആസ് എ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് സേവ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഫോർ BIM ആൻഡ് ആഫ്റ്റർ BIM ഈ കാര്യങ്ങൾ പറയാം. ബിഫോർ BIM നമ്മൾ ഡ്രോയിങ് ഉണ്ടാക്കുന്നു. നമ്മൾ ഡ്രോയിങ് ഉണ്ടാക്കുമ്പോൾ ആർക്കിടെക്ചർ ഡ്രോയിങ് ഒരു AutoCAD ഫയൽ ഉണ്ടാവും, സ്ട്രക്ചറൽ ഡ്രോയിങ് വേറൊരു AutoCAD ഫയൽ ഉണ്ടാവും, MEP ഡ്രോയിങ് വേറൊരു AutoCAD ഫയൽ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് 2D ഡ്രോയിങ്സ്. സോ ഇത് വെച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രക്ചറൽ ടീമിന് സ്ട്രക്ചറൽ ഡ്രോയിങ് കൊടുക്കും, MEP ടീമിന് MEP ഡ്രോയിങ്സ് കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻ കേസ് എവിടെയെങ്കിലും ബീം ഒരു സ്ലാബ് കോർ കട്ട് ചെയ്യണം ഫോർ MEP സർവീസസ് ആൻഡ് MEPയിൽ പ്ലംബിങ് വരുന്ന സ്ഥലത്തും HVAC വരുന്ന സമയത്തും ഇലക്ട്രിക്കൽ വരുന്ന സമയത്തും ഇൻ കേസ് എന്തെങ്കിലും ക്ലാഷുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിസൈൻ പോകുമ്പോൾ ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റീഡിസൈൻ ചെയ്യണം. എന്നിട്ട് അതിലെ ഡിസ്കഷൻസ് വരും. ആ ഡിസ്കഷൻസ് വെച്ചിട്ട് അത് സോൾവ് ചെയ്തിട്ട് മേ ബി നമ്മൾ ചില ഏരിയയിൽ ഡിമോളിഷ് ചെയ്യേണ്ടി വരും, എന്നിട്ട് റീകാസ്റ്റ് ചെയ്യേണ്ടി വരും, റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ്കോഴ്സ് എന്തെങ്കിലും ഒരു ക്ലാഷ് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പിന്നെ റീറൂട്ടിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവിടെ ഒരു കോസ്റ്റ് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഡിമോളിഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് ഓൾ, റീറൂട്ടിങ് അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. ആൻഡ് മോർ ഓവർ ഡിലേയ്സ്. ഈ ഒരു കാര്യങ്ങൾ തീരുമാനം വരെ എൻ്റെ ആ ഒരു വർക്ക് ഫ്രണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ലോസ് ആയിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു. ക്ലാസ് ഡിറ്റക്ഷൻ വന്നപ്പോൾ ഇനീഷ്യൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വർക്കുകളും ഇൻ വൺ ഡ്രോയിങ്ങിലാണ് നമ്മൾ BIMൽ ചെയ്യുന്നത്. ഇങ്ങനെ BIMൽ ചെയ്യുമ്പോൾ ഇനീഷ്യൽ തന്നെ നമുക്ക് നേവിസ് വർക്ക് സോഫ്റ്റ്വെയർസ് അങ്ങനത്തെ സോഫ്റ്റ്വെയർസൊക്കെ വെച്ചിട്ട് എവിടെയൊക്കെയാണ് ക്ലാഷുകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഡിസൈൻ സ്റ്റേജിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് റീറൂട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എവിടെയൊക്കെയാണ് ചേഞ്ചസ് വരേണ്ടത് അവിടെയൊക്കെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ സൈറ്റ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ സ്മൂത്തായിട്ട് വരുമ്പോൾ റീഡിസൈനിങ്, ഡിമോളിഷൻസ്, ഡിലേയ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആസ് എ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആസ് എ കമ്പനി മില്യൺസ് ഓഫ് ഡോളേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ BIMും ക്ലാസ് ഡിറ്റക്ഷൻസൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു കാര്യമാണ്. ആസ് എ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ ഒരുപാട് മില്യൺസ് സേവ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്.